കീറിപ്പോന്നും അറിയില്ല, പക്ഷെ അതെല്ലാം കറയെല്ലാം മുക്കിയെല്ലാം സെറ്റ് ചെയ്തിട്ടേക്കൊന്ന്. നമ്മളിന്നത് വല ഇടാൻ വേണ്ടി വന്നത് കേട്ടോ. അപ്പോൾ ഞാനും ഉണ്ട്, നമ്മുടെ അനസ് വൈകുണ്ട്. ഞങ്ങൾ ഈ ഒരു കാട്ടിൽ കൂടെ അങ്ങ് ഇറങ്ങി പോവുക. നമ്മൾ എല്ലാ പ്രാവശ്യം കാശിയമ്മൻ്റെ ഒരു തോട്ടിലാട്ട് നമ്മൾ വലയിടാൻ പോകണം. അപ്പോൾ ഇങ്ങനെ ഇവിടെ നടന്ന് പോകാനുണ്ട്. അത് നമ്മുടെ തോടാണ്. കഴിഞ്ഞ പ്രാവശ്യം ഫിഷിങ്ങിനൊക്കെ നമ്മൾ വന്ന തോടാണ്. ഇതാണ് ആ തോട്. ഞാനും അവിടെ അനസമാണ് നിൽക്കണേ. നമ്മൾ ഈ ഒരു തോടില്ലേ, ഈ തോട് നമ്മൾ വലയിടുന്നത്. അപ്പുറം ഒരു തിരിവുണ്ട്. കഴിഞ്ഞ ദിവസം നമുക്കൊരു മീനടിച്ചിട്ട് പുറം കയറാണെന്ന സ്ഥലമില്ലേ, ആ ഒരു വശത്താണ്. അതെ, ആ പന്നക്കുറ്റി എന്ന സ്ഥലമില്ലേ, അവിടെയാണ് വിടുന്നത്. ഇപ്പോൾ തിരിഞ്ഞ് കാലത്തെ ഇവിടെ കാശിയാൻ വന്നപ്പോൾ ഇഷ്ടംപോലെ തിലോപ്പിനെയും കാര്യങ്ങളെല്ലാം കണ്ട. നമ്മുടെ ഇവിടെ ചെസ് ഹോൾഡറൊന്നും ഇല്ല, ഒന്നും എടുത്തല്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ ആരും വീഡിയോ എടുക്കാനില്ല. അപ്പോൾ ഞാനും ഇവനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് നമുക്ക് ക്ലിയർ ആവുമെന്നറിയില്ല, മരത്തിൽ കെട്ടി വെച്ചാണ് വീഡിയോ എടുക്കാൻ പോണത്. അപ്പോൾ എന്തായാലും കിട്ടും. ബാക്കി എന്തായാലും അങ്ങനെ വല കിട്ടുമെന്ന് നോക്കട്ടെ. എല്ലാം സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ പതുക്കെ ഇറങ്ങുക. ഇത് നമ്മുടെ വല. ഇതാണ് തണ്ടാടി. ഇതാണ് നമ്മുടെ പഴയ തണ്ടടി. ഒത്തിരി വർഷമാണ് കേട്ടോ. ഒപ്പമൊന്നുമില്ല, കറയെല്ലാം പിടിപ്പിച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ടേക്കുക. അല്ല, ഞങ്ങളെടുത്തിട്ടാൽ മാത്രം മതി. വെള്ളം നനച്ചിട്ട് ഒത്തിരി കാലമായി. അതുപോലെ നോക്കി ഇറക്കാറില്ല കേട്ടോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിപ്പോൾ ഈ വല കിട്ടണം നമ്മൾ അവിടെ ഇറങ്ങി മീൻ പിടിക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി തുടങ്ങാൻ പോവാം. നമ്മുടെ നാടൻ വല. പിന്നെ അതുപോലെ തന്നെ നമ്മളിന്ന് കുറേ നാൾക്ക് ശേഷം വെള്ളത്തിലിറങ്ങി മീൻ പിടിക്കാൻ പോവുക. അത് ഒത്തിരി നാളായി. ചെറിയ ഈ ഒരു വല നമ്മളിപ്പോൾ എടുത്തിട്ട് ഒരു 5-6 വർഷത്തിന് മേളിലായി. കീറിപ്പോന്നും അറിയില്ല, പക്ഷെ അതെല്ലാം കറയെല്ലാം മുക്കിയെല്ലാം സെറ്റ് ചെയ്തിട്ടേക്കൊന്ന്. ഞങ്ങളിത് ആ തോട്ടിലായിട്ട് ഞങ്ങൾ പോയിട്ട് നമ്മൾ ഈ വല ഇടുക. ഇത് ഏകദേശം ഒരു 3 മീറ്റർ ലെങ്ത് ഉണ്ടാവും കേട്ടോ അടിയിട്ട്. പിന്നെ അതേപോലെ ഒരു 18 മീറ്റർ നീളമുണ്ട്. ഇപ്പം എന്തോരം ദൂരത്തിൽ നമുക്ക് ഇട്ടിട്ട് നമുക്ക് നേരെ വലിച്ചുകൊണ്ട് പോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കറക്റ്റ് എനിക്കറിയില്ല. ഒത്തിരി നാളെ ഇട്ടിട്ട് നമ്മളെന്തായാലും ഇതുകൊണ്ട് നേരെ നമ്മളെ മെയിൻ സ്ഥലത്തേക്ക് പോകാൻ പോവാം. പിന്നെ കാടിനുള്ളിൽ നിറച്ച് മീനുണ്ട്. നിറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി മീനുണ്ട്. ഞാൻ അറിയാൻ പറ്റും. കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് ഒരു അപ്പുറേ സൈഡിൽ നിന്നാണ് അവിടുത്തെ കാശ് ചെയ്തിട്ട് ഒരു മീനടിച്ചത്. ഇവിടെ ആ ഒരു സ്ഥലത്ത് നമ്മൾ വന്നേക്കണത്. അപ്പോൾ ഇന്ന് കാലത്ത് വന്നപ്പോൾ നല്ല മീനടി ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇന്ന് ചുമ്മാ കിട്ടേക്കാന്ന് പറഞ്ഞത്. അതുപോലെ സിലോപ്പിയും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടും ലക്ഷ്യമാക്കി നമ്മൾ ഇടാൻ പോണെന്ന്. അതുപോലെ കിട്ടുമോ നമുക്ക് നോക്കാം. പൊളിക്കണ്ടേ, ക്യാമറ വെക്കണമെന്ന് അറിയാലോ. ഇവിടെ കെട്ടി തൂക്കിയായിരുന്നു ക്യാമറ ഉള്ളത്. അപ്പോൾ ആരും ഒന്നും വിചാരിക്കരുത്. ഒരു മീൻ അടിച്ച് വെച്ചാൽ കേട്ടത് അതിൻ്റെ ഇടയിൽ നിന്ന് ഇതിനായിട്ട് അടിയിൽ കയറ്റിയല്ലോ. എങ്ങനെ കുഴപ്പമില്ല, അതുകൊണ്ട് എന്തായാലും ഇന്ന് മീൻ പിടിച്ചാൽ ഇറങ്ങുള്ളൂ. ഇത്തിരി പേടിയുണ്ട്, എന്നാലും കുഴപ്പമില്ല. കുറേ നാൾക്ക് ശേഷം വെള്ളത്തിൽ ഇറങ്ങണല്ലേ, കുറച്ച് പേടിയൊക്കെ ഉണ്ട്. എന്തായാലും ധൈര്യത്തിൽ ഇറങ്ങാൻ പോവാം. നിറച്ച് ഉറുമ്പിൻ്റെ വീടാ. അപ്പം ഞങ്ങൾ പരിപാടി തുടങ്ങാം കേട്ടോ.
അതല്ലെന്നോ ഗാഡി നമുക്കത് ഒരു കരിമീൻ കിട്ടിയിട്ടുണ്ട്. വല നമ്മൾ കൂട്ടിയിട്ടുള്ളൂ, ചേർത്ത് ഇട്ടിട്ടുള്ളൂ. പിന്നെ അടിയിൽ മൊത്തം ഇതായിരുന്നു, മറ്റേ കോലും കമ്പും ആളായിരുന്നു. അപ്പോൾ വല മരക്ക് ചേർന്നില്ല. ഇവിടുന്ന് നടുഭാഗം വരെ ചെളിയില്ല, അപ്പോൾ നമുക്ക് ചവിട്ടി തട്ടാൻ പറ്റാതില്ല. അപ്പം അങ്ങനെ കൊണ്ട് ചിലപ്പോൾ മീനൊക്കെ ചിലപ്പോൾ താഴത്തേക്ക് ഇറങ്ങി പോയിട്ടുണ്ടാവണം. പിന്നെ ഇനി ഉണ്ടെങ്കിൽ മീൻ ആ സൈഡിലുണ്ടാവും. ഒരു മീൻ ഇപ്പോൾ അവിടെ നിന്ന് ചാടിയായിരുന്നു. ആ ചാടിയ മീൻ ചിലപ്പോൾ അതിനുള്ളുണ്ട്. പുറത്തെ കല്ലിൽ പോയത് ആ ചാടിയ മീൻ അതിനുള്ളുണ്ട്. അതിന് നമ്മൾ പിടിക്കാൻ പരിപാടി. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിനെ പൊക്കുന്നതാണ്.
നമുക്കൊരു ചെറുമീനെ കിട്ടിയിട്ടോ. നമുക്കിത് 2 ചേർന്നും 2 കരിമീനും ഉണ്ടോ വലയിട്ട് കിട്ടിയത്. വേറെ കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. അത് ഈ വശത്തെ ഇവിടെ ചവിട്ടിയപ്പോൾ അടി പൊങ്ങിപ്പോയായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ അടിച്ചടിച്ചടിച്ച് വന്നപ്പോൾ അടിപൊളി മീൻ മൊത്തം പാസ് ചെയ്ത് പോയെന്ന് തോന്നുന്നു. അതുകൊണ്ട് മീൻ കിട്ടാത്ത. ഇനി അടുത്ത് വേറെ ഏതെങ്കിലും സൈഡിലൊന്ന് ഇട്ട് പോകണം, ഒന്ന് വലയിട്ട് പോകണം. ഒന്നല്ലെങ്കിൽ അവിടെ, ഒന്നല്ലെങ്കിൽ അപ്പുറത്ത് കൈതയുണ്ട്. ആ കൈതയിൽ 2 ഇടാന്ന് നിർത്താം. ഇവിടെ ഇച്ചിരി കുറച്ച് ആഴം കൂടുതലാണെന്ന് എനിക്ക് തോന്നണേ. അപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ എങ്ങനെ ആവുമെന്നൊന്നും അറിയില്ല. സൈഡ് പറ്റി ഞങ്ങൾ ഇടണുള്ളൂ. അല്ല, ആ കാടിനുള്ളിൽ മീൻ നിൽക്കുന്നുണ്ട്. ഒന്നല്ലേ ചിലപ്പോൾ ആ കാടിനുള്ളിൽ ഇടാന്ന് നിർത്താം. എന്തായാലും ചുമ്മാ ഇട്ട് നോക്കാം. പിന്നെ വീടും എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതുപോലത്തെ ഒരു മരം ചിലപ്പോൾ ഉണ്ടാവില്ല. നോക്കട്ടെ, നോക്കുവാണെങ്കിൽ പറ്റുവാണെങ്കിൽ നമുക്ക് അവിടുത്തെ ഒരു വീഡിയോ കാണിച്ചു തരാം.